ലോകകപ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ബ്രസീൽ, അർജന്റീന, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, അങ്ങനെയുള്ള ടീമുകളുടെ പേരുകളായിരുന്നു. പണ്ട് ഹോളണ്ട് എന്ന് പറയുമായിരുന്നു, ഇപ്പൊ അത് നെതർലാൻഡ്സ് ആയി. അങ്ങനെയുള്ള പേരുകളാണ് കൂടുതലും കേട്ടിരുന്നത്. പക്ഷേ സ്പെയിൻ്റെ പേര് ആരും പറഞ്ഞ് കേൾക്കാറേ ഇല്ലായിരുന്നു. കേട്ടിട്ടേ ഇല്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല. പണ്ട് അങ്ങനെ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് സ്പെയിൻ എന്ന രാജ്യം അത്രയേറെ നമ്പർ 1 കളിയൊന്നും കളിച്ചിട്ടില്ല. കളിക്കുന്ന കളികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കളി കളിച്ച് ഒന്ന് പരാജയപ്പെട്ടു പോകും. ഇപ്പൊ എന്താ ഉദാഹരണം പറയുകയാണെങ്കിൽ അത് ഏത് ടീമിനെ പറ്റി പറയാന്ന് വെച്ചാൽ, ഇപ്പൊ ഖത്തർ, സൗദി അറേബ്യ ഇത്തിരി കൂടിയൊക്കെ ഭേദപ്പെട്ടു. അതുപോലെ തന്നെ ചൈന, ആ ഒരു ടീമുകളൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ഫുട്ബോൾ കളി പോലെയാണ്. അതായത് കളിക്കുമ്പോൾ യോഗ്യതയൊക്കെ നേടും, പക്ഷെ വലിയ രീതിയിൽ കളിച്ച് കപ്പെടുക്കാനോ വിജയങ്ങൾ സ്വന്തമാക്കാനോ ഒന്നും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു ഇതിലൂടെ എന്താ പറയണേ, മുന്നോട്ട് ഉയർന്നു വരാനുള്ള ഒരു ശക്തി കാണിക്കാതെയും, അതുപോലെ ഫാൻസിനെ സ്വന്തമാക്കുന്ന ഒരു തരത്തിൽ ഉയരാതെയും കിടന്നൊരു ടീമായിരുന്നു സ്പെയിൻ. പക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷം റൗൾ എന്നൊരു സംഘം, റൗൾ നല്ലൊരു കളിക്കാരനാണ്. അദ്ദേഹം റയൽ മാഡ്രിഡിൽ വന്നു, മികവാർന്ന നീക്കങ്ങൾ നടത്തി. അദ്ദേഹം സ്പെയിൻ്റെ കുന്തമുനയായിട്ട് കുറേ കാലം അങ്ങനെ നിലനിന്നപ്പോഴൊക്കെ സ്പെയിൻ്റെ പേര് എന്നാലും സ്പെയിൻ്റെ പേര് ആരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായില്ല. സ്പെയിൻ എന്ന് ഉള്ള ആ ടീമിന് വേണ്ടിയിട്ട് കേരള ജനതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഒരു ഫ്ലെക്സ് പോലും ഉയർന്നിട്ടില്ലായിരുന്നു. കേരളത്തിൽ ഒരു ഫ്ലെക്സ് പോലും സ്പെയിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. അക്കാലത്ത് 98 വേൾഡ് കപ്പിലൊക്കെ സ്പെയിൻ്റെ പേര് പോലും എടുത്തു പറയാനായിട്ട് ഒരു ആരാധകൻ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ കഥ മാറി, കാലം മാറി. 2008 യൂറോ കപ്പ് സ്പെയിൻ നേടിയതു മുതൽ കഥയ്ക്ക് വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിക്കപ്പെട്ടു. 2010 ഡെൽബോസ്കിൻ്റെ പരിശീലന തന്ത്രത്തോടു കൂടി വന്ന ടിക്കിടാക്ക എന്ന ഒറ്റ ശൈലിയുമായിട്ട് കടന്നു വന്ന സ്പെയിൻ ഭൂസേലകളുടെ ഊത്തിനിടയിലൂടെ ദക്ഷിണാഫ്രിക്കയിലെ ആ ജനങ്ങളുടെ ആർപ്പു വിളികൾക്കിടയിലൂടെ മുന്നോട്ട് കുതിച്ച ചുവന്ന കാളക്കൂറ്റൻ തന്നെയാണ്. ചുവന്ന കാളക്കൂറ്റൻ, അത് എടുത്തു പറയേണ്ടതാണ്. അന്ന് മുതൽ ഇന്ന് വരെ സ്പെയിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ആ ജൈത്ര യാത്രയ്ക്ക് ഒരു എന്താ പറയണേ, കുതിപ്പിന് ഒരു തളർച്ചയും വന്നിട്ടില്ല. സ്പെയിൻ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. മോനെ, വേറെ ലെവലായിട്ടുള്ള കുതിപ്പ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കളി മൊത്തത്തിൽ മാറി. കളി ശൈലിക്ക് മാറ്റം വന്നു. കളിക്കാർക്ക് കളിയെക്കുറിച്ചുള്ള ധാരണ കൂടുതലായിട്ടും മനസ്സിലായി കിട്ടി. ഡിഫൻസ് കാക്കാനായിട്ട് പിയൂൾ എന്ന ക്യാപ്റ്റനായിരുന്നു. പിയൂള് ബാഴ്സലോണയുടെ മികവാർന്ന ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹം തന്നെ സ്പെയിന് വേണ്ടി ക്യാപ്റ്റൻസി ഏറ്റെടുത്തു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിലനിന്ന റാമോസ് കിഡുവാണ്. റാമോസിൻ്റെ ഒക്കെ മുന്നിൽ ഒരു ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടിവണ്ടിയുടെ മുന്നിൽ അകപ്പെട്ടു പോയ ഒരാളുടെ അവസ്ഥയാണ്. എല്ലാം കൊണ്ടും മിഡാണ് ശരിക്കും പറഞ്ഞ സ്പെയിൻ്റെ നട്ടെല്ല്. മിഡിലൂടെയാണ് സ്പെയിൻ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിഡ് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഇനിയസ്റ്റയും സാവിയും ഇരുമയാണെങ്കിലും ഒരു മനമായിട്ട് മുന്നോട്ട് പോയവരാണ് അവർ. ഇനിയസ്റ്റയും സാവിയുമാണ് ഒരു കാലത്ത് ബാഴ്സലോണയുടെ ശക്തി കേന്ദ്രങ്ങൾ, മിഡിലൂടെ ശക്തി ഉയർത്തിയത്. അവരുണ്ടായത് കൊണ്ടാണ് മെസ്സി ബാഴ്സലോണയിൽ നിലനിന്നുകൊണ്ട് ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയത് തന്നെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയേറെ മനസ്സുറപ്പിച്ച കളിക്കാർ ഇനിയസ്റ്റ, സാബി അലോൺസോ ഇപ്പോൾ കോച്ചൊക്കെയാണ്. മികവാർന്ന കളിക്കാരനാണ് അദ്ദേഹം. അതുപോലെ ബുസ്കറ്റ്സ് ആയിരുന്നു ഈ 2022 വേൾഡ് കപ്പിൽ സ്പെയിൻ്റെ ക്യാപ്റ്റനായിട്ട് നിലനിന്നതും. പിന്നീട് അദ്ദേഹം വിരമിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ലോഡ് കളിക്കാർ, പെട്രോ, നവാസ്, കിട്ടുവാർന്ന കളിക്കാർ, ഒരുപാട് കളിക്കാർ സ്പെയിന് വേണ്ടിയിട്ട് കച്ചമുറക്കി. അതുപോലെ തന്നെ സ്പെയിൻ്റെ ഫോർവേഡുകളെ കുറിച്ച് പറയേണ്ടതാണ്. ടോറസ്, ഡേവിഡ് വിയ അങ്ങേര് ഒരു ചെറിയ മനുഷ്യനൊക്കെ ആണെങ്കിലും അങ്ങേരുടെ കളി വേറെ ലെവലാണ്. 2010 വേൾഡ് കപ്പിൽ പുള്ളിയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധാവഹമാണ്. എപ്പോഴും സ്പെയിൻ കളിക്കുന്നത് ഒരു ഫോർവേഡുകളെ മാത്രം ഊന്നിയല്ല, അതും എടുത്തു പറയേണ്ടതാണ്. മിഡ്, അതുപോലെ തന്നെ പ്രതിരോധത്തിൽ നിന്നും മുന്നോട്ട് കയറി വരുന്ന കളിക്കാർ, ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരു ടോട്ടൽ ഫുട്ബോളിൻ്റെ ശൈലിയെ ചെറുതാക്കിയെടുത്ത ടിക്കിറ്റാക്കി എന്ന മനോഹരമായ പന്തുകൾ കൊണ്ട്, കുറിയ പാസുകൾ കൊണ്ട് മികവാർന്ന രീതിയിൽ ഫുട്ബോൾ എന്ന ആ കലയെ ജനങ്ങളുടെ മനസ്സിൻ്റെ അകത്തേക്ക്
സൂക്ഷ്മമായി എറിഞ്ഞ് ഇട്ടുകൊണ്ട് വിജയത്തിൻ്റെ പാതയിലേക്ക്, അതായത് കുതിപ്പിലേക്ക് എന്നും നീങ്ങിയതാണ് സ്പെയിൻ. അപ്പോൾ 2010 വേൾഡ് കപ്പ് സ്പെയിൻ സ്വന്തമാക്കില്ല എന്ന് പോലും, കാരണം ചിത്രത്തിൽ പോലും സ്പെയിൻ്റെ പേരില്ലാതിരുന്ന ആ കാലത്ത് സ്പെയിൻ അങ്ങോട്ട് കുതിച്ചു കയറി കപ്പ് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ലോകം മൊത്തം സ്പെയിൻ്റെ ഒപ്പം കൂടി. സ്പെയിൻ ആരാധകരുടെ എണ്ണം കൂടി വന്നു. ഇപ്പം കേരളത്തിലെ എടുത്തു നോക്കിയാൽ, കേരളത്തിൻ്റെ ഫുട്ബോൾ മനസ്സൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ എന്ന് ഉറച്ച് പറയുന്നവരുടെ എണ്ണം കൂടി വന്നേക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ചുമ്മാ പറയണതല്ല, ഒരു ആവേശത്തിന് പറയണതല്ല. കളി അതുപോലെ മാറി, സ്പെയിൻ്റെ കളി മാറി, കളി ശൈലിക്ക് മാറ്റം വന്നു. ടിക്കി ടാക്കിൻ ശൈലി കൊണ്ട് സ്പെയിൻ എപ്പോഴും എന്താ പറയണ, ഗോളടിക്കാതെ മറന്നു പോകുന്ന തരത്തിലാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ടിക്കി ടാക്കിൻ ശൈലിയാണ് സ്പെയിനെ എന്ന് നിലനിർത്തിയിട്ടുള്ളത്. എതിർ ടീം പന്ത് കിട്ടാണ്ട് വിഷമിക്കുമ്പോൾ സ്പെയിൻ്റെ കയ്യിൽ പന്ത് എപ്പോഴും ഭദ്രമാണ്. അവർ ഒരിക്കലും പന്ത് കളയില്ല. ചുമ്മാ ആകാശവാണി തിരുവനന്തപുരം എന്ന് പറഞ്ഞ് അടിച്ച് പൊക്കി കളയുന്ന കളിയല്ല സ്പെയിൻ കളിച്ചുകൊണ്ടിരുന്നത്. സ്പെയിൻ്റെ തറവാടിത്തത്തെ, ആ മേന്മയെ, ഫുട്ബോൾ കരുത്തിനെ ചിട്ടപ്പെടുത്തിയത് ടിക്കി ടാക്കിൻ ശൈലി തന്നെയാണ്. അതിന് ഗാർഡിയോളയോട് നമ്മൾ സല്യൂട്ട് തന്നെ പറയണം. അത് ഡെൽബോസ്ക് എന്ന പരിശീലകൻ കുറച്ചും കൂടി അത് മെനയാക്കിയെടുത്തു. പക്ഷേ 2018 2022 വേൾഡ് കപ്പിൽ സ്പെയിൻ എന്താ പറയണേ, ഒരു ഫൈനലിലേക്കുള്ളൊരു കുതിപ്പിൽ ഇടയ്ക്ക് വീണ് പോവുകയാണ് ഉണ്ടായത്. അവർ ചുമ്മാ കളിച്ച് വീണ് പോയതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അവർ നല്ലതുപോലെ വർക്ക് ചെയ്തു, നല്ല കളിക്കാരെ വർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്പെയിൻ്റെ പിള്ളേരിലൊക്കെ നല്ല പുതിയ കരുത്തിൻ്റെ ആവേശമാണ്. റോഡ്രി മുതൽ യമാൽ വരെ നീളുന്ന കുട്ടികൾ, നല്ല കിടു പിള്ളേർ. എല്ലാവർക്കും കളീനോട് നല്ലൊരു സമീപനമാണ്, നല്ലൊരു മികവാർന്ന ഒരു കരുത്താണ് അവർ കാണിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് സ്പെയിൻ്റെ ആ ഒരു മാറ്റം. സ്പെയിൻ കാണിക്കുന്ന ഓരോ നിമിഷവും സ്പെയിൻ പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പുത്തൻ തലമുറയെ വളർന്നു വരണമെന്ന് അവരുടെ ഫുട്ബോൾ അക്കാദമി തന്നെ ആഗ്രഹിക്കപ്പെടുകയും സ്പെയിൻ്റെ വളർച്ച മുന്നോട്ട് കൂടി. പെട്ടെന്നായിരുന്നു സ്പെയിൻ്റെ വളർച്ച. ഈ ബ്രസീലിൻ്റെ അർജൻറ്റീനയുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ കാലങ്ങളായിട്ട് എല്ലാവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഉറഞ്ഞുകൂടി നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. പക്ഷെ ആ നക്ഷത്രങ്ങൾക്ക് മങ്ങലേൽക്കുന്നുണ്ട്. അത് അവരുടെ ഫാൻസ് മൂടി വയ്ക്കാനാണ് കൂടുതലും ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ സ്പെയിൻ അങ്ങനെയല്ല. സ്പെയിൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് സ്വന്തമാക്കിയെടുത്ത പദവിയിലേക്കാണ് അവർ ഉയർന്നു വന്നിട്ടുള്ളത്. ഓരോ വേൾഡ് കപ്പ് എടുത്തു നോക്കിയാലും, ഓരോ മത്സരങ്ങൾ എടുത്തു നോക്കിയാലും, ഓരോ ടൂർണമെൻറ്റുകൾ എടുത്തു നോക്കിയാലും. അപ്പോൾ ഈ കൊല്ലത്തെ എന്തായാലും 2026 വേൾഡ് കപ്പിൽ സ്പെയിൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ആധിപത്യം തന്നെ ഉണ്ടാവും. അവരുടെ കുട്ടികൾ നല്ല സ്ട്രോങ് ആണ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ നിൽക്കണം. പുത്തൻ പിള്ളേരെ എപ്പോഴും കടന്നു വരണം. പുതിയ ആശയങ്ങളും ഉണ്ടാവണം, പുതിയ ചിന്തകളും ഉണ്ടാവണം, പുതിയ മാറ്റങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ സ്പെയിൻ്റെ കുട്ടികൾ തകർപ്പനാവട്ടെ, അടിപൊളിയാവട്ടെ, കൂടുതൽ ഗോളുകൾ പിറക്കട്ടെ, കളിയിൽ പുത്തൻ വിദ്യകളും പരീക്ഷണങ്ങളും എല്ലാം ഉണ്ടാവട്ടെ, കിട്ടുമാവട്ടെ. കുട്ടികളൊക്കെ സ്ട്രോങ് ആണ്. സ്പെയിൻ എന്ന് വിളിച്ച് അലറുന്ന കേരള ജനതയുടെ തന്നെ ഒരു കൂട്ടായ്മ തന്നെ ഉയരട്ടെ, വളരട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് കാലത്ത് സ്പെയിൻ കിടന്ന ഒരു കിടപ്പ് നോക്കണം കേട്ടോ. പണ്ട് കാലത്ത് ഒരു ചുരുട്ടി വെച്ച പായയുടെ അറ്റത്ത് ചുരുണ്ടുകൂടി കിടന്നുറങ്ങിയ ഒരു കുട്ടിയായിരുന്നു സ്പെയിനെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. സ്പെയിൻ ഇന്ന് ലോകത്തിൻ്റെ അധിപനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം?